ഒരു സഞ്ജയ് ശിവൻ മാജിക്. നെല്ലിയാമ്പതിയിലേക്കുള്ള കാട്ടുപാതയിൽ ഒളിച്ചിരിക്കുന്ന ദുരാന്മാക്കൾക്കും കൊള്ളിയാന്മാർക്കും ചില കഥകൾ പറയാനുണ്ട്. നാഷണൽ ജിയോഗ്രഫിയുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ രഘുറാമിന്റെയും കാനനവേദികളിൽ പാറിപ്പറന്നു നടന്നിരുന്ന കല്യാണിയുടെയും കടുത്ത പ്രതികാരത്തിന്റെ നടുവിലേക്ക് ദിശയറിയാതെ കയറി വന്നതാണ് മീനാക്ഷിയും സിമിയും ദേവിയും. മലയാള സിനിമ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത കഥ പറച്ചിൽ രീതി കൊണ്ടും പുത്തൻ കാഴ്ച അനുഭവം കൊണ്ടും പേടിയുടെയും അത്ഭുതത്തിന്റെയും പുതിയൊരു ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സഞ്ജയ് ശിവൻ തന്റെ മാസ്റ്റർ ക്ലാസ് സിനിമയായ അപരിചിതനിലൂടെ. യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ കോളേജിൽ അടിച്ചു പൊളിച്ചാണ് മൂവർ സംഘം ജീവിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും പ്രശ്നക്കാരി ദേവിയാണ്. എന്റെ കൂടെ കൂട്ടുകൂടിയ നിന്റെയൊക്കെ ജീവിതം ബൈപ്പാസായി പോകുന്നല്ലേ? രാവിലെ രണ്ടിനും കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ശരിയല്ലേ? തന്നിഷ്ടം മാത്രം നോക്കി ജീവിക്കുന്ന മൂവർ സംഘത്തിനെ ഉപദേശിക്കാനും നേർവഴിക്ക് നടത്താനും അവരുടെ വീട്ടുകാരും സിമിയുടെ ബോയ്ഫ്രണ്ട് ചാക്കോയും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് വീണുകൊണ്ടേയിരുന്നു. ആ കോളേജിലെ ഏറ്റവും പ്രശ്നക്കാരനായ ജിത്തുലാലുമായി നിരന്തരം അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വഴിയിൽ നടന്ന് കാണുന്നതിന് കൂടെ കമ്പനി കൊടുക്കും, നമ്മളെ മാത്രം മൈൻഡ് ചെയ്യാൻ. പരീക്ഷയുടെ സമയത്ത് ദേവി ചെയ്തു കൂട്ടുന്ന ഒരു തെറ്റ് അവരുടെ സ്വസ്ഥതയും സമാധാനവും എന്നേക്കുമായി നശിപ്പിച്ചു കളയുന്നുണ്ട്. ഹോസ്റ്റലിലും വീട്ടിലും കയറാൻ പറ്റാതെ അവർ പല സ്ഥലങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഒടുവിൽ അവരെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ചാക്കോ അവർക്കൊരു അഭയ കേന്ദ്രം കണ്ടുപിടിക്കുന്നു. തൽക്കാലം ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. ത്രിപുര സുന്ദരിയുടെ വീട്. ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവർക്കൊരു അപായ മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട്. എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയൊന്ന് കാണണം. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ അവരകത്തില്ലേ? പൊയ്ക്കോ, ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു പൊയ്ക്കോ. പക്ഷെ അത് പരിഗണിക്കാതെ അവർ ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. അത് വെറും ഒരു വീടോ ആ സ്ത്രീ ഒരു സാധാരണക്കാരിയോ ആയിരുന്നില്ല. ഓജോ ബോർഡും ആത്മാക്കളും അനായാസം സഞ്ചരിക്കുന്ന ആ ചുമരുകൾക്കിടയിൽ എല്ലാം ത്രിപുര സുന്ദരിയുടെ 6ാം ഇന്ദ്രിയത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒരു ശരീരം ഒരാത്മാവിനെ മാത്രമേ ചുമക്കാവൂ, അല്ലെങ്കിൽ അപകടമാണ്. അവിടെ കാല് കുത്തിയ ആ നിമിഷം മുതൽ മീനാക്ഷിയുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥതയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. ഡോക്ടറുടെ വിലക്കിനെ അവഗണിച്ച് അവിടുത്തെ പല രഹസ്യ മേഖലകളിലേക്കും മീനാക്ഷി കടന്നു ചെല്ലുന്നുണ്ട്. കൃത്യമായ അറിവില്ലാതെ മീനാക്ഷി ആത്മാവിനെ വിളിച്ചു വരുത്തുന്നു. ആ പ്രവൃത്തി ആ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ആദ്യമായി ത്രിപുര സുന്ദരിയുടെ ഓജോ ബോർഡും തീ പിടിച്ചു. അതിന്റെ ദേഷ്യത്തിൽ ആ രാത്രിയിൽ തന്നെ അവർ 3 പേരെയും ആ വീട്ടിൽ നിന്നും അവർ ഇറക്കി വിടുന്നുണ്ട്. 3 പേരും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. എനിക്ക് ഇഷ്ടമുള്ള കാലം വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്? മതിയാ എനിക്ക്. വിനോദ് വർക്കിയും ജിത്തുലാലും ക്രൂരമായി റേപ്പ് ചെയ്ത് ജീവനോടെ കത്തിച്ച കല്യാണിയിൽ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത് തന്നെ. അതേ വിനോദ് വർക്കിയെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം കണ്ട എക്സൈറ്റ്മെന്റിൽ ജിത്തുലാലിൽ നിന്നും രക്ഷപ്പെടാൻ ചാക്കോ സഹായത്തിന് വിളിക്കുന്നത്. വീട്ടിലും ഇപ്പൊ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാം ഒന്ന് ആറി തണുക്കുന്നത് വരെ ഇവരിവിടെ നിന്ന് മാറിയിക്കട്ടെ. നമുക്ക് ഉടനെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. അങ്ങനെ വിനോദിന്റെ പ്ലാൻ പ്രകാരമാണ് മൂവർ സംഘവും ചാക്കോയും നെല്ലിയാമ്പതിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് യാത്ര പുറപ്പെടുന്നത്. യാത്രാമധ്യേ അവരുടെ ബസ് ഒരു ജീപ്പുമായി കൂട്ടിയിടിച്ച് ആ ജീപ്പ് കൊക്കയിലേക്ക് മറിയുന്ന ആ നിമിഷം മുതൽ ആ യാത്രയുടെ കടിഞ്ഞാൻ മറ്റാരോ ഏറ്റെടുക്കുന്നുണ്ട്. ലിഫ്റ്റ് ചോദിച്ച് കയറിയ ലോറിയിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്ന റാം അവരിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. അയാളുടെ പെരുമാറ്റം അവരിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട്. വഴിയിൽ വെച്ച് വണ്ടി കേടായി ആനമലയിലെ ആ ബംഗ്ലാവിലേക്കുള്ള കാട്ടുവഴിയിൽ വെച്ച് ശരിതെറ്റുകൾ പല തവണ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. പാമ്പിന്റെ ചീറ്റിൽ നീ കേട്ടതല്ലേ? അവിടെ മുഴുവൻ പാമ്പിന്റെ പുറ്റ. ഓജോ ബോർഡിലൂടെ നടന്നു കയറിയ ഒരു വിചിത്ര ലോകത്തേക്കാണ് സിനിമ പിന്നീട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പ്രതിബന്ധങ്ങൾക്കൊടുവിൽ ആ ബംഗ്ലാവിലേക്ക് അവർ നടന്നെടുക്കുമ്പോൾ അവർക്ക് മുന്നേ രഘുറാം ആ വീടിനകത്ത് പ്രവേശിച്ചിരുന്നു. നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെ എത്തുവാശാനെ? നിങ്ങളുടെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്റെ കിടപ്പും കാട്ടിലായിരുന്നു. ഭാസ്കരനും ആനമല ജോളിയും അപൂർണത കൊണ്ടും കൊടും നുണകൾ കൊണ്ടും ആ പരിസരം കൂടുതൽ സങ്കീർണമാക്കി മാറ്റുന്നുണ്ട്. രാത്രിയുടെ മറവിൽ വിനോദ് തന്റെ തനി നിറം പുറത്തെടുക്കുമ്പോൾ അവിടെ രക്ഷകനായി വരുന്നത് രഘുറാമാണ്. പക്ഷെ എല്ലാവരെയും സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കാൻ വിനോദിന് സാധിക്കുന്നുണ്ട്, മീനാക്ഷിയെ ഒഴിച്ച്. ഇയാളൊരു റൂമിൽ കയറിയുന്നേ എന്തിനാണ്? യാത്ര വഹിക്കാനാണത്രേ. ഞാൻ കണ്ടില്ലായിരുന്നു ഇവര്. സത്യം കണ്ടെത്തുന്ന മീനാക്ഷി രഘുറാമിനോട് സംസാരിക്കുന്നുണ്ട്. ആ കൊടും രാത്രിയിൽ പുകമൂടി കിടക്കുന്ന അന്തരീക്ഷത്തിൽ രഘുറാം തന്റെ ഉള്ള് മീനാക്ഷിയുടെ മുമ്പിൽ തുറക്കുന്നു. എനിക്ക് മറ്റുള്ളവരുടെ കഥ കേൾക്കാൻ വലിയ ഇഷ്ടാ. അത് കുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. താൻ ഈ കാട്ടിലെത്തിയതിനെ പറ്റിയും തന്റെ ലക്ഷ്യത്തെ പറ്റിയും അനിയത്തിയെ കുറിച്ചും എല്ലാം രഘുറാം മീനാക്ഷിയോട് സംസാരിക്കുന്നു. എന്നാൽ അവിടെ മറ്റൊരു മിസ്ത്രി എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്റെ സ്നേഹയുടെ അതേ മുഖച്ഛായുള്ള മറ്റൊരു പെൺകുട്ടി. വളരെ യാദൃശ്ചികമായി കല്യാണിയെ കണ്ടതും അവളുടെ ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി അവളെ രക്ഷിക്കാൻ മുംബൈയിലേക്ക് അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതിനെ കുറിച്ചും മീനാക്ഷിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും
ആ കഥ പറഞ്ഞു പൂർത്തിയാക്കാതെ അയാൾ ആ അന്തരീക്ഷത്തിൽ എവിടേക്കോ മറഞ്ഞു പോകും. പിറ്റേ ദിവസം രാവിലെ മിസ്സിംഗ് ആയ രഘുറാമിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അവർ ശരിക്കും ഞെട്ടുന്നത്. നിങ്ങൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്. തലേ ദിവസം അവരുടെ ബസ് തട്ടി കൊക്കയിലേക്ക് വീണു മരിച്ച അതേ രഘുറാമാണ് കഴിഞ്ഞ രാത്രിയിൽ അവരുടെ ഒപ്പമുണ്ടായിരുന്നു. വിനോദിനെ തിരിച്ചറിഞ്ഞ ചാക്കോ അവനിൽ നിന്നും രക്ഷപ്പെടാൻ മൂവർ സംഘത്തിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രഘുറാമും കല്യാണിയും അവരുടെ പ്രതികാരത്തിന്റെ ആഴം ജിത്തുലാലിനും വിനോദ് വർക്കിക്കും മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ആ പ്രതികാരത്തിലൂടെ മീനാക്ഷിയെയും സംഘത്തെയും രക്ഷിച്ചെടുക്കുക കൂടിയാണ് രഘുറാം ചെയ്യുന്നത്. മമ്മൂട്ടി എന്ന മഹാനടന്റെ പരീക്ഷണ കഥാപാത്രങ്ങളിൽ അയാൾ മാത്രം ഏറ്റെടുക്കാറുള്ള വെല്ലുവിളി നിറഞ്ഞ റോളുകളിൽ മുൻപന്തിയിലാണ് രഘുറാമിന്റെ സ്ഥാനം. മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും വേറിട്ട ഒരു ഏടായി അപരിചിതൻ നിലനിൽക്കും.